ഹായ്, ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി കുറുമ. പേര് പറയുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ വെജിറ്റബിൾ ആയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് പച്ചക്കറിയൊക്കെ കുറവുള്ള ദിവസം വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണ്. പക്ഷെ തക്കാളി മാത്രം ഇടുന്നതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കുറവില്ല കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ബെസ്റ്റ് കറിയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: വെജിറ്റബിൾ ഓയിൽ 3 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 1-2 എണ്ണം, സവാള 1 എണ്ണം, തക്കാളി 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, കശുവണ്ടിപ്പരിപ്പ് 8 എണ്ണം, തേങ്ങ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വെള്ളം 1 കപ്പ്, ജീരകപ്പൊടി 1 നുള്ള്, കറിവേപ്പില 1 തണ്ട്, മല്ലിയില 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഇതിലോട്ട് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ഈ മുളക് ചെറുതാണെങ്കിൽ നല്ല എരിവാണ്, അതുകൊണ്ടാണ് 1 ചേർത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് 1-2 ചേർക്കാം. ഇനി ഇതിലോട്ട് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറം ആവണ്ട, ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നാൽ മതി. ഇപ്പം സവാള കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തത്. നിങ്ങളുടെ മഞ്ഞൾപ്പൊടിക്ക് കളർ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വെന്ത് വരുമ്പോഴേക്ക് 8 അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ അരച്ചെടുക്കാം. ഇപ്പം തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇവിടെ കുറച്ച് ചേർത്താൽ മതി. എരിവിന് കൂടുതൽ പച്ചമുളകാണ് ചേർക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരണം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കശുവണ്ടിയും തേങ്ങയും കൂടെ അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം കശുവണ്ടി പരിപ്പും തേങ്ങയൊക്കെ അരച്ച പേസ്റ്റ് ഒഴിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കേണ്ടി വരും. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ള് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കറി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. തക്കാളി മാത്രം ഇട്ടുകൊണ്ട് ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. കാഷ്നട്ടും തേങ്ങയും
തക്കാളിയൊക്കെ ചേരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.